മലപ്പുറത്തടക്കം കേട്ടല്ലോ നിതിനെ, മലപ്പുറത്തടക്കം 4 വനിതാ ജില്ലാ പ്രസിഡന്റുമാർ BJPക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ആവർത്തിക്കുന്നു, മലപ്പുറത്തടക്കം. ഇനി ഈ പറയുന്ന അല്ല സന്ദീപേ, ക്ഷമിക്കണം, സമയമില്ല സന്ദീപ്, ഒറ്റ സെക്കൻഡ്. അതിന് സാങ്കേതിക പ്രശ്നമുണ്ട്. BJP വർഷങ്ങൾക്ക് മുമ്പ് 33% വനിതാ സംവരണം സ്വന്തം പാർട്ടിക്കകത്ത് നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്ന പാർട്ടിയാണ്. അത് കേരളത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. 30 ജില്ലാ പ്രസിഡന്റുമാരിൽ കേവലം 4 പേര് മാത്രമേ വനിതകളുള്ളെങ്കിൽ ശരി, അതെല്ലാം സുരേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 15 വർഷമായി സാധ്യമല്ലാത്ത മാറ്റമാണ് വന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. സന്ദീപ്, നിതിൻ, അങ്ങനെ വരികയാണ്. ഇനി 14 ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള മണ്ഡലം പ്രസിഡന്റുമാരെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ക്രിസ്ത്യൻ പ്രസിഡന്റുമാരുണ്ട്, ജില്ലാ പ്രസിഡന്റുമാര്. SC/ST വിഭാഗത്തിൽപ്പെട്ട 32 മണ്ഡലം പ്രസിഡന്റുമാരുണ്ട്, 2 ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. അപ്പോൾ പിന്നാക്ക പ്രാതിനിധ്യം, ന്യൂനപക്ഷ പ്രാതിനിധ്യം, വനിതാ പ്രാതിനിധ്യം, യുവ പ്രാതിനിധ്യം, 3 പ്രസിഡന്റുമാരും 40 വയസ്സിൽ താഴെയുള്ളവര്. ഇങ്ങനെ ഇൻക്ലൂസീവാണ് BJP. ഞങ്ങൾ സവർണ പാർട്ടിയല്ല, കാരണം പിന്നോക്കക്കാരെ വെച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ പറയുന്ന വർഗീയ പാർട്ടിയല്ല, ന്യൂനപക്ഷക്കാരെ വെച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ പറയുന്ന സ്ത്രീവിരുദ്ധമായ പാർട്ടിയല്ല, ഞങ്ങൾ വനിതാ പ്രസിഡന്റുമാരെ വെച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ യുവത്വം കൊണ്ടുവരും എന്ന് പറയുക മാത്രമല്ല, ഞങ്ങൾ യുവത്വത്തെ BJPയുടെ നേതൃത്വത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഇവരുടെ വാദഗതികൾ. നിങ്ങളുടെ സമ്മേളനവും നടക്കുകയാണല്ലോ, എന്താകും സ്ഥിതി? നോക്കൂ, ഇതെല്ലാം BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് ഇങ്ങനെ ജാതിയും മതവും ഇതൊക്കെ തിരിച്ച് പറയേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ BJP എത്രത്തോളം അപഹാസ്യമാവുന്നു ജനങ്ങൾക്കിടയിൽ എന്നുള്ളതിന്റെ സൂചനയാണ്. അവർക്ക് അവരുടെ പ്രസിഡന്റ്, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഞാനത് പറഞ്ഞു, അവർക്ക് ഏത് പ്രസിഡന്റിനെയും അവരുടെ ഭാരവാഹികളെയും തീരുമാനിക്കാനുള്ള അധികാരം അവർക്കുള്ളതാണ്. പക്ഷേ BJPയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങളുടെ ഒരു ഉദാഹരണമായിട്ടാണ് നമുക്ക് പാലക്കാടും ഇപ്പൊ കേരളത്തിലാകെയും BJPക്കകത്തുണ്ടാവുന്ന എല്ലാ സംഭവങ്ങളെയും കാണേണ്ടത്. CPMനെ സംബന്ധിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ബ്രാഞ്ച് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ ജനാധിപത്യപരമായി സമ്മേളനങ്ങൾ നടത്തി ആ സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ചേർന്ന് കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് അതിന്റെ ഭാരവാഹിയെ തെരഞ്ഞെടുക്കുന്ന അത്രയും സിസ്റ്റമാറ്റിക്കായി ജനാധിപത്യപരമായി പോകുന്ന മറ്റേതെങ്കിലും ഒരു പാർട്ടി ഇന്ന് ഇന്ത്യയിലുണ്ട് എന്ന് തോന്നുന്നില്ല. ഞാൻ ചോദിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യത്തിൽ നിന്ന് നോക്കൂ, ഒരു വനിതാ ജില്ലാ സെക്രട്ടറി അല്ല, നോക്കൂ വേണു, അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുവോ? വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന രാജ്യമല്ലേ ഇന്ത്യ രാജ്യം? എന്നിട്ട് ഇന്ത്യയിലെ എല്ലാ വനിതകളുടെയും പ്രശ്നം പരിഹരിച്ചോ? എത്ര ശക്തമായ ഒരു വനിതാ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിനകത്തുണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാ പ്രശ്നവും പരിഹരിച്ചോ? പുരുഷ സെക്രട്ടറിമാർ വന്നിട്ട് എല്ലാ പ്രശ്നവും പരിഹരിച്ചോ? നെഞ്ചിന്റെ ഇഞ്ചെത്ര എന്ന് വരെ പറയുന്ന ഒരു പുരുഷ പ്രധാനമന്ത്രി വന്നിട്ട് എല്ലാ പ്രശ്നവും പരിഹരിച്ചോ? അത് വിദണ്ഡവാദമാണ് നിതിൻ. അല്ല വേണു, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇത്ര ജില്ലാ പ്രസിഡന്റുമാരെ ഞങ്ങളാക്കി, ഇത്ര ബ്ലോക്ക് പ്രസിഡന്റുമാരെ ഞങ്ങളാക്കി, അതുകൊണ്ട് ഞങ്ങൾ ഇതിന് തുടക്കം കുറിക്കുന്നു എന്ന് പറയുന്ന BJPയുടെ നിലപാടിനെയാണ് ഞാൻ പറഞ്ഞത്. അതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വനിതകളെയോ മറ്റാരെങ്കിലെയും കൊണ്ടുവന്നത് കൊണ്ട് പ്രശ്നം പരിഹരിക്കും എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ പറഞ്ഞ ഒരു ചോദ്യത്തിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ ഒഴിഞ്ഞു മാറി. ഈ പാലക്കാട് നഗരസഭയിൽ അവിശ്വാസം ഉൾപ്പെടെ കൊണ്ടുവരുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് വേണ്ടത്ര ജാഗ്രതയില്ല.